കാണുമ്പോ ആ വിശുദ്ധ റൗള അകലെ നിന്ന് നോക്കി കാണുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മദീനത്ത് പോകുമ്പോ അകലങ്ങളിൽ നിന്ന് ആ വിശുദ്ധമായ ആ പച്ച ഖുബ്ബത്തുൻ ഖളുറാ എന്തോ ഒരു ആനന്ദമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നോക്കിക്കാണാറുണ്ടോ? ഇല്ല. ആ സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് പകർത്തുന്ന തിരക്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ മറന്നു പോവുകയാണ് പലരും. ആരെയും കുറ്റം പറയാനല്ല പറഞ്ഞത്. അതിൽ മുസ്ലിയാരും കണക്കാ, തങ്ങളും കണക്കാ, സാധാരണക്കാരനും കണക്കാ. മദീനത്ത് പോണത് സെൽഫി എടുക്കാനാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന അവസ്ഥയിലാണ്. ഞാൻ മദീനത്തെത്തിയിരിക്കുന്നു, ഉടനെ ലൈവ് ഇടുന്ന മുസ്ലിയാർ. ഞാൻ മദീനത്തെത്തിയിരിക്കുന്നു, ഉടനെ ലൈവ് ഇടുന്ന തങ്ങള്. ഏത് തങ്ങളായാലെന്താ, ഏത് മുസ്ലിയാരായാലെന്താ, ഏത് സാധാരണക്കാരനായാലെന്താ, ഇത് സെൽഫി എടുക്കാനുള്ള സ്ഥലമാണോ? അല്ലത്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആ മഹബ്ബത്ത് വരിഞ്ഞു മുറുകേണ്ട സ്ഥലമാണിത്. ഇവിടെയാണ് ബിലാല് കണ്ണീരൊലിപ്പിച്ചത്, ഇവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് പൊട്ടിക്കരഞ്ഞത്, ഇവിടെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലം വിട്ടുപോയത്, ഇവിടെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദുഃഖാർത്തനായിരുന്നു പോയത്, ഇവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിഷമിച്ച് വിഷണ്ണനായിരുന്നു പോയത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഒരു ബോധവുമില്ലാതെ, ഒരു സ്ഥലകാല ബോധവുമില്ലാതെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. ഇഷ്കിന്റെ രണ്ടിറ്റ് കണ്ണിനീരുറ്റിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ അടുത്ത